നേതൃത്വവുമായി ഉരസി നിൽക്കുന്ന ശശി തരൂരിന്റെ പ്രസ്താവനകളിൽ പ്രതികരിക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ്. തരൂർ ഉയർത്തുന്ന വിവാദങ്ങളോട് അകലം പാലിക്കാൻ വക്താക്കൾക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. വിഷയങ്ങളിൽ ഔദ്യോഗിക നിലപാട് ഹൈക്കമാൻഡ് പറയേണ്ട സമയത്ത് പറയുമെന്നും നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. NG മിഥുൻ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ഇത്രത്തോളം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടും ദിനം പ്രതി ഇത്തരത്തിൽ വലിയ തലവേദന ആയിക്കൊണ്ടിരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇനിയും മൗനം തുടരാം എന്നുള്ള ഒരു നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തുന്നത്? നിലവിൽ ശശി തരൂർ ഉയർത്തുന്ന ഈ വിവാദങ്ങളോട് പ്രതികരിക്കേണ്ടതില്ല. ഈ വിവാദങ്ങളിൽ ഒരു തരത്തിലും വക്താക്കൾ ഇടപെടുകയോ അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുകയോ അതേ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ കൗണ്ടർ പോയിന്റുകൾ പറയുകയോ ചെയ്യരുതെന്നുള്ള കർശനമായ നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്. ഇത് കൃത്യമായ സമയത്ത് ഹൈക്കമാൻഡ് തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിക്കും അല്ലെങ്കിൽ അതിന് മറുപടി നൽകുമെന്നുള്ള ഒരു കാര്യമാണ് ഈ വക്താക്കളോട് പറയുകയും ചെയ്തിരിക്കുന്നത്. മറ്റ് പാർട്ടി നേതാക്കളോടും ഇതേ സമാനമായ നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഇതിനു മുമ്പും സമാനമായ രീതിയിൽ പല പ്രസ്താവനകളും ശശി തരൂരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അന്നും സമാനമായ രീതിയിലുള്ള നിലപാട് തന്നെയാണ് ഹൈക്കമാൻഡ് സ്വീകരിച്ചിരുന്നത്. കാരണം ഈ വിദേശ സന്ദർശനത്തിന് ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിന് ശശി തരൂരും സംഘവും പോയപ്പോഴും അവിടെയും സമാനമായ രീതിയിലുള്ള ചില പരാമർശങ്ങൾ, മോദി സ്തുതി അടക്കമുള്ള പരാമർശങ്ങൾ ശശി തരൂരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അപ്പോഴും ഈ വിവാദങ്ങളിലേക്ക് അല്ലെങ്കിൽ മൗനം തുടരുക എന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു ഹൈക്കമാൻഡ് നൽകിയിരുന്നത്. അത് ഇപ്പോഴും തുടരാൻ തന്നെയാണ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്വാഭാവികമായും ഈ തിരുവനന്തപുരം അടക്കമുള്ള പാർലമെന്റ് മണ്ഡലം അത് ശശി തരൂർ ഒരുപക്ഷെ അവിടെ രാജിവെച്ച് മുന്നോട്ട് പോയാൽ അത് വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ BJPക്കാകും. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഹൈക്കമാൻഡ് ഈ രീതിയിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ വിവാദമാക്കേണ്ടതില്ല, ശശി തരൂരിനെ ചൊരിപ്പിക്കേണ്ടതില്ല എന്നുള്ള രീതിയിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആവശ്യമുള്ള സമയത്ത് അല്ലെങ്കിൽ നേരത്തെ ഈ ഒരു വിഷയം പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാം. ഒപ്പം തന്നെ മറ്റൊരു വിഭാഗം നേതാക്കൾ ഉയർത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ പാർലമെന്റ് സമ്മേളനം ഈ മാസം 21-ന് ചേരാനിരിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം തേടണം അല്ലെങ്കിൽ ശശി തരൂരിനെതിരെ ഒരു നടപടി കൈക്കൊള്ളണമെന്നുള്ള ആവശ്യം പല നേതാക്കളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി മുന്നിട്ടിറങ്ങി ശശി തരൂരുമായി സംസാരിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും പല നേതാക്കളും മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും തന്നെ ഒരു പ്രതികരണം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഭാഗത്തുനിന്നോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നിലവിൽ ഈ വിവാദങ്ങളോട് പ്രതികരിക്കേണ്ടതില്ല. ശശി തരൂർ ഇപ്പോൾ ചെയ്യുന്ന എന്താണോ അത് മുന്നോട്ട് പോകട്ടെ എന്ന രീതിയിൽ തന്നെയാണ് ഹൈക്കമാൻഡ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. മിഥുൻ MG ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.